ഗഗനാചാരി പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ സിനിമയ്ക്കകത്ത് കാണുന്ന ഈ കളിയും തമാശയൊക്കെ ആ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്തും കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് നമുക്ക് തീരെ വർക്കൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഭയങ്കര ആശ്വാസമായിരുന്നു ഗഗനാചാരി. ചന്തുവായിട്ടാണെങ്കിലും സുർജിത്തും സായിയൊക്കെ ആയിട്ടാണെങ്കിലും നമ്മൾ ഭയങ്കര ഒരു റാപ്പോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഗണേശ് സാറായിട്ടും ആണെങ്കിലും എനിക്ക് പറഞ്ഞിട്ട് ഭയങ്കര കുറേ കഥയൊക്കെ പറയും എപ്പോഴെപ്പോഴും. അപ്പോൾ ഇങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും ഇങ്ങനെ രസിപ്പിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ എന്താ പറയുക, ഇത്രയും നല്ല ഒരു റെസ്പോൺസ് കിട്ടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയൊന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. എന്താ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് എനിക്ക് തീരെ മനസ്സിലായിട്ടുണ്ടായില്ല. പിന്നെ ആദ്യം ഇതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കാണുമ്പോഴാണ് അയ്യോ ഇത് ഭയങ്കര രസമുള്ളൊരു പടമാണല്ലോ എന്ന് മനസ്സിലായത്. എനിക്കൊന്ന് ഹാറ്റ്സ് ഓഫ് ടു അരുൺ ചന്തു. കാര്യം പുള്ളിയുടെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഇത്രയും നാളത്തെ ഒരു കാത്തിരിപ്പുമാണ് ഗഗനാചാരി എന്ന് എനിക്ക് തോന്നുന്നത്.